റഷ്യയിലേക്ക് ഉക്രൈന്റെ അതിമാരകമായ ആക്രമണം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടിയാണ്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാരകമായ ആക്രമണം റഷ്യയ്ക്കു നേരെ ഉക്രൈൻ സേന നടത്തിയത്. നിരവധി ഫൈറ്റർ ജെറ്റുകളും അതുപോലെ തന്നെ ബ്രിട്ടീഷ് അമേരിക്കൻ നിർമ്മിതമായ മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഉക്രൈൻ സേന റഷ്യയിലേക്ക് ആക്രമണം നടത്തിയത്. മോസ്കോയ്ക്ക് സമീപമുള്ള സരാറ്റോവ്, ഏഞ്ചൽസ് തുടങ്ങിയ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഉക്രൈൻ സേനയുടെ ആക്രമണം. മോസ്കോയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 9 വിമാനത്താവളങ്ങൾ ആക്രമണത്തിന് പിന്നാലെ അടച്ചിട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എയർ ട്രാഫിക് സിസ്റ്റം ഒന്നാകെ താറുമാറാക്കപ്പെട്ടു. അതുപോലെ തന്നെ ആക്രമണത്തിന് പിന്നാലെ മോസ്കോയിലും സമീപ പട്ടണങ്ങളിലുമുള്ള സ്കൂളുകൾ ഒന്നാകെ അടച്ചിട്ടിരിക്കുന്നു. ഏറ്റവും ശക്തമായ ആക്രമണം കെമിക്കൽ ഡിപ്പോകളെ ലക്ഷ്യമിട്ടുകൊണ്ട്, ഓയിൽ റിഫൈനറികളെ ലക്ഷ്യമിട്ടുകൊണ്ട്, അതുപോലെ തന്നെ ആയുധ സംഭരണശാലകളെ ലക്ഷ്യമിട്ടുകൊണ്ട്, റഷ്യയുടെ മിലിറ്ററി ബേസ് ക്യാമ്പിന് ലക്ഷ്യമിട്ടുകൊണ്ടൊക്കെയായിരുന്നു ഉക്രൈൻ്റെ ആക്രമണം. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്കിടയിൽ ശക്തമായ ആക്രമണം തന്നെയാണ് റഷ്യ ഉക്രൈനെതിരെ നടത്തിയത്. ഉക്രൈനിലെ സൈനിക ക്യാമ്പുകളടക്കം റഷ്യ തകർത്തിരുന്നു. ഇതിനുള്ള പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ഉക്രൈൻ്റെ ഏറ്റവും ഭീകരമായ ആക്രമണം റഷ്യയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെയും പരിസര പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന നിരവധി കേന്ദ്രങ്ങളിലേക്കായിരുന്നു ഉക്രൈൻ്റെ ഒറ്റപ്പെട്ട ആക്രമണം. ഏറ്റവും ആകസ്മികമായ ഒരാക്രമണമാണ് ഉക്രൈൻ 14-ാം തീയതി രാത്രി അർദ്ധരാത്രിക്ക് ശേഷം നടത്തിയത്. റഷ്യൻ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെ ആഴത്തിൽ അകലത്തിൽ ഉക്രൈൻ്റെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. റഷ്യയിലെ പട്ടണങ്ങളായ ബ്രാൻസ്ക്, തുല, ടട്ടാർസാൻ തുടങ്ങിയ മേഖലകളിലേക്ക് ഉക്രൈൻ്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായി. അമേരിക്കൻ നിർമ്മിതമായ അറ്റാംസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമായും ഉക്രൈൻ റഷ്യയെ ആക്രമിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ബ്രിട്ടീഷ് നിർമ്മിതമായ സ്റ്റോം ഷാഡോ മിസൈൽ കൂടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. അതേസമയം മോസ്കോയെയും സമീപ പട്ടണമായ സമരറ്റോവിനെയും ആക്രമിച്ചത് ഹൈപ്പർസോണിക് മിസൈൽ കൊണ്ടാണെന്നുള്ള സൂചനകളും പുറത്തു വരികയാണ്. വളരെ കനത്ത നാശനഷ്ടമാണ് ഉക്രൈൻ്റെ ആക്രമണത്തിൽ റഷ്യയുടെ മോസ്കോയിലും സമീപ പട്ടണങ്ങളിലും ഉണ്ടായത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ രീതിയിൽ റഷ്യയുടെ ഹൃദയത്തെ മുറിപ്പെടുത്താൻ ഞങ്ങൾക്കായി എന്നാണ് ആക്രമണത്തിന് പിന്നാലെ ഉക്രൈൻ വിദേശകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. എന്നാൽ ഈ ആക്രമണത്തിന് കനത്ത വില ഉക്രൈൻ നൽകേണ്ടി വരുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. കനത്ത ആക്രമണമാണ് ഉക്രൈനെതിരെ ഇപ്പോൾ റഷ്യ തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണത്തിൽ ഉക്രൈനിലെ പ്രധാനപ്പെട്ട 3 മേഖലകൾ റഷ്യൻ സേന പിടിച്ചടക്കിയിരിക്കുന്നു. ഇനി ഉള്ള തിരിച്ചടിയിൽ ഉക്രൈൻ ഒന്നാകെ തകർക്കുന്നതിനുള്ള സർവശക്തമായ ആക്രമണമാണ് റഷ്യ ഇപ്പോൾ ആലോചിക്കുന്നത്. ഉക്രൈൻ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന് ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് റഷ്യ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. റഷ്യ ആണവായുധം കയ്യിലെടുക്കുമോ? കാരണം അത്രത്തോളം മാരകമായ ഒരു പ്രഹരമാണ് കഴിഞ്ഞ ദിവസത്തെ വ്യോമാക്രമണത്തിലൂടെ ഉക്രൈൻ റഷ്യയ്ക്ക് നൽകിയത്. നമുക്കറിയാം, കഴിഞ്ഞ 10-14 മാസക്കാലമായി റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുകയാണ്. അതേസമയം ജനുവരി മാസം 20-ന് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം യുദ്ധം അനുവദിക്കില്ല എന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന, സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രത്തലവന്മാരാണ് പുടിനും സെലൻസ്കിയും. എന്നാൽ ഒരല്പം കൂടി സെലൻസ്കിയോട് ഡൊണാൾഡ് ട്രംപിന് അടുപ്പമുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യവുമാണ്. കഴിഞ്ഞ ദിവസത്തെ റഷ്യൻ ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത് അല്ലെങ്കിൽ അനുമതി നൽകിയത് സെലൻസ്കിക്ക് ട്രംപാണ് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഭൂലോക മണ്ടത്തനമാണ് ട്രംപ് കാട്ടിയത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഉക്രൈൻ എന്ന രാജ്യത്തെ ഭസ്മീകരിക്കാനുള്ള വമ്പൻ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് റഷ്യ. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് അധികം വൈകാതെ തിരിച്ചടി ഉണ്ടാകുമെന്ന് പുടിൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കരസേനയും വ്യോമസേനയും ഒന്നിച്ച് ഉക്രൈനിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കരയാക്രമണത്തിലൂടെ ഉക്രൈൻ്റെ വിവിധ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. അതിന് പിന്തുണയുമായി ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിലേക്കും പരിസര പട്ടണങ്ങളിലേക്കും റഷ്യയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടാകും. റഷ്യ നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണയോട് കൂടിയാണ് ഉക്രൈൻ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത്.
ഇതിന് തെളിവായി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധങ്ങൾ ആണ് ഉക്രൈൻ ഉപയോഗിക്കുന്നത് എന്ന ആരോപണവും നേരത്തെ പുടിൻ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഉപയോഗിച്ചത് ബ്രിട്ടന്റെയും അതുപോലെ അമേരിക്കയുടെയും മിസൈലുകളാണെന്ന് പറഞ്ഞുറപ്പിക്കുകയാണ് ഇപ്പോൾ റഷ്യ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ മിസൈൽ ഉപയോഗിച്ചു എന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും റഷ്യ ഇപ്പോൾ വ്യക്തമാക്കുന്നു. അമേരിക്കൻ നിർമ്മിതമായ അറ്റാംസ് മിസൈലാണ് പ്രധാനമായും ഉപയോഗിച്ചത്. മറ്റൊന്ന് UK നിർമ്മിതമായിട്ടുള്ള സ്റ്റോം ഷാഡോ മിസൈലുകൾ. ഈ രണ്ട് മിസൈലുകളും കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതുകൂടാതെ തന്നെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഉക്രൈൻ കഴിഞ്ഞ രാത്രി റഷ്യയെ ആക്രമിച്ചത്. അപ്പോൾ എത്രത്തോളം തീവ്രമായിരുന്നു ഉക്രൈൻ്റെ ആക്രമണം എന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതേസമയം ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് റഷ്യ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കീവിനെ കത്തിച്ചില്ലാതാക്കാനുള്ള വമ്പൻ തയ്യാറെടുപ്പുകൾ. റഷ്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം റഷ്യയെ ഞെട്ടിച്ചൊരാക്രമണമാണ്. മോസ്കോയ്ക്ക് സമീപമുള്ള പ്രധാന പട്ടണങ്ങൾ തന്നെ തകർക്കാൻ വേണ്ടി, റഷ്യയിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ തകർക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഏഞ്ചൽസിലെ ഒരു ഓയിൽ ഡിപ്പോയ്ക്ക് നേരെയും ഉക്രൈൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഉക്രൈൻ വിദേശകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. എന്നാൽ ഈ ആക്രമണത്തിന് കനത്ത വില ഉക്രൈൻ നൽകേണ്ടി വരുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. കനത്ത ആക്രമണമാണ് ഉക്രൈനെതിരെ ഇപ്പോൾ റഷ്യ തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണത്തിൽ ഉക്രൈനിലെ പ്രധാനപ്പെട്ട 3 മേഖലകൾ റഷ്യൻ സേന പിടിച്ചടക്കിയിരിക്കുന്നു. ഇനി ഉള്ള തിരിച്ചടിയിൽ ഉക്രൈൻ ഒന്നാകെ തകർക്കുന്നതിനുള്ള സർവശക്തമായ ആക്രമണമാണ് റഷ്യ ഇപ്പോൾ ആലോചിക്കുന്നത്. ഉക്രൈൻ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന് ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് റഷ്യ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. റഷ്യ ആണവായുധം കയ്യിലെടുക്കുമോ? കാരണം അത്രത്തോളം മാരകമായ ഒരു പ്രഹരമാണ് കഴിഞ്ഞ ദിവസത്തെ വ്യോമാക്രമണത്തിലൂടെ ഉക്രൈൻ റഷ്യയ്ക്ക് നൽകിയത്. നമുക്കറിയാം, കഴിഞ്ഞ 10-14 മാസക്കാലമായി റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുകയാണ്. അതേസമയം ജനുവരി മാസം 20-ന് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം യുദ്ധം അനുവദിക്കില്ല എന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന, സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രത്തലവന്മാരാണ് പുടിനും സെലൻസ്കിയും. എന്നാൽ ഒരല്പം കൂടി സെലൻസ്കിയോട് ഡൊണാൾഡ് ട്രംപിന് അടുപ്പമുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യവുമാണ്. കഴിഞ്ഞ ദിവസത്തെ റഷ്യൻ ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത് അല്ലെങ്കിൽ അനുമതി നൽകിയത് സെലൻസ്കിക്ക് ട്രംപാണ് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഭൂലോക മണ്ടത്തനമാണ് ട്രംപ് കാട്ടിയത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഉക്രൈൻ എന്ന രാജ്യത്തെ ഭസ്മീകരിക്കാനുള്ള, അങ്ങനെ റഷ്യൻ സേനയ്ക്ക് ആവശ്യമായ എണ്ണ നൽകുന്ന, ഇന്ധനങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ഓയിൽ ഡിപ്പോകളെയാണ് ഇപ്പോൾ ഉക്രൈൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ കെമിക്കൽ പ്ലാന്റുകളെ, വെപ്പൺ പ്ലാന്റുകളെയൊക്കെ തന്നെ ഉക്രൈൻ ആക്രമിച്ചിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ച് ഇനി കാത്തിരിക്കാൻ കഴിയില്ല. ഉക്രൈൻ്റെ ഈ കിരാതമായ ആക്രമണത്തിന് അതിശക്തമായ മറുപടി നൽകുകയാണ് റഷ്യയുടെ ലക്ഷ്യം. അമേരിക്കയേക്കാൾ വലിയ സൈനിക ശക്തിയെന്ന് സ്വയം അഹങ്കരിക്കുന്ന റഷ്യയെ സംബന്ധിച്ച് തിരിച്ചടി ഭയാനകമായിരിക്കണം. അല്ലാത്ത പക്ഷം റഷ്യയുടെ അഭിമാനത്തിന് മേൽ വെക്കുന്ന വലിയ ക്ഷതമായിരിക്കും ഉക്രൈൻ്റെ ആക്രമണം. അതേസമയം ഉക്രൈന് പിന്നിൽ അമേരിക്കയും ബ്രിട്ടനുമാണെന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി റഷ്യ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയാണ്.